നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ കാണിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ പൊതുവായ രീതിക്കും സ്വഭാവത്തിനും ചേരാത്ത ഒന്നാണ്. നമ്മുടെ നാടിൻ്റെ പൊതുവായ രീതിയും സ്വഭാവവും എന്ന് പറഞ്ഞത് നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കലാണ്. പക്ഷേ അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ UDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് കഴിയില്ല എന്നതാണ് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വളരെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. എങ്കിലും സംസ്ഥാന ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസം നമ്മൾ കണ്ടു വന്ദേ മാതരം ചൊല്ലിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം. വന്ദേ മാതരം നമ്മുടെ രാജ്യത്തിന് പൊതുവായൊരു നിലപാട് അക്കാര്യത്തിലുണ്ട്. ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്കും നിലപാടുണ്ട്. അത് വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഈരടികൾ ചൊല്ലുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളത് മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. നാം ഒരു ഗാനം ആലപിക്കുമ്പോൾ, രാഷ്ട്രത്തിൻ്റെ ഗാനമായി ആലപിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായതാവണം. വ്യത്യസ്ത മതവിശ്വാസികളുടെ രാജ്യമാണ്. എല്ലാ മതവിശ്വാസികൾക്കും യോജിക്കാവുന്ന ഭാഗങ്ങളാണ് നമ്മുടെ രാഷ്ട്രം ആലപിക്കുന്ന ഗാനത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തീരുമാനിച്ചത്. അന്ന് രാജേന്ദ്രപ്രസാദാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. ഈ വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി, ബാക്കിയുള്ളവ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല എന്ന്. അതാണ് തുടർന്നു വരുന്ന രീതി. എന്നാൽ രാജ്യത്തെ RSSന് അവരുടേതായ നിലപാടുണ്ട്. RSSൻ്റെ നിലപാട് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുക എന്നതാണ്. ഇവിടെ കഴിഞ്ഞ സത്യപ്രതിജ്ഞാവേള UDF ഗവൺമെൻറ് അധികാരത്തിലേറുന്ന ദിവസം, ആ ദിനത്തിൽ, ആ സന്ദർഭത്തിൽ വന്ദേ മാതരം ചൊല്ലുന്നു. അത് ആദ്യ 2 ചരണങ്ങളല്ല, മുഴുവനായി ചൊല്ലുകയാണ്. അത് RSSൻ്റെ അജണ്ടയാണ്. അപ്പോൾ RSSൻ്റെ അജണ്ടക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എങ്ങനെയാണ് അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എത്തിയത്? വിമർശനമുയർന്നപ്പോൾ അതിന് തൽക്കാല മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊരു ശ്രമം മുഖ്യമന്ത്രി അടക്കം നടത്തി. പക്ഷേ അതിൻ്റെ ഭാഗമായെല്ലാം കൂടുതൽ പരിഹാസ്യതയിലേക്ക് UDF നീങ്ങി. ആ ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ആഗസ്റ്റ് 15 രാജ്യമാകെ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഏക സംസ്ഥാനം വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് താഴോട്ട് സർക്കുലർ അയക്കുന്നു. ആ ക്രെഡിറ്റ് കിട്ടിയത് ഏത് സംസ്ഥാനത്തിനാണ്? നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിനാണ്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് ആ സർക്കുലർ താഴോട്ട് അയച്ചത്. ചീഫ് സെക്രട്ടറി അയച്ച സർക്കുലർ പറയുന്നത് എല്ലാ ഭാഗവും ചൊല്ലണമെന്നാണ്. മറ്റൊരു സംസ്ഥാനവും അത്തരമൊരു സർക്കുലർ അയച്ചതായിട്ട് വിവരമില്ല.
ഇത് വലിയ വിവാദമായി, ശക്തമായ എതിർപ്പുയർന്നു. എല്ലാവരും അതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. അവസാനം ആഗസ്റ്റ് 15 വന്ദേ മാതരം ചൊല്ലുന്നത് ഒഴിവാക്കേണ്ടി വന്നു UDF സർക്കാരിന്. ഇപ്പോൾ UDF സർക്കാരിനെ എങ്ങനെയും പിന്താങ്ങുക, എല്ലാ രീതിയിലും മഹത്വവൽക്കരിക്കുക എന്ന അജണ്ടയോടെ നടക്കുന്ന ചില വലതുപക്ഷ മാധ്യമങ്ങളുണ്ടല്ലോ കേരളത്തിൽ. അവരിലൊരു മാധ്യമം ആ വാർത്ത കൊടുത്ത ബാനർ ഹെഡിങ്, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വന്ദേ മാതരം ഒഴിവാക്കി. അത് കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഫലമായി ചെയ്യേണ്ടി വന്നൊരു കാര്യമാണ്. എന്നാൽ മുഖ്യമന്ത്രി എന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വീകരിച്ച നിലപാടെന്താ? ആ പാർട്ടിയുടെ ആസ്ഥാനത്ത് ഡൽഹിയിൽ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? വന്ദേ മാതരം പ്രശ്നം വലിയ വിവാദമായി നിൽക്കുകയാണ്. ആ വിവാദമായി നിൽക്കുന്ന പ്രശ്നം ഇപ്പോൾ ചൊല്ലുമ്പോൾ കോൺഗ്രസ് അംഗീകരിച്ച ആദ്യ 2 ചരണങ്ങൾ മാത്രമാണല്ലോ ചൊല്ലേണ്ടത്. അതിനു പകരം എല്ലാം ചൊല്ലുന്നു, മുഴുവൻ ചൊല്ലുന്നു. ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക 3 ഗവൺമെൻറ്റുകൾ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റുകൾ. ഈ 3ഇടത്തും ആഗസ്റ്റ് 15 ഈ പറഞ്ഞ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നു. എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്? RSS അജണ്ടയുമായിട്ട് എവിടെയാണ് വ്യത്യാസം? RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുകയല്ലേ? RSS അജണ്ടയുടെ ഭാഗമാവുകയല്ലേ? ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എത്രമാത്രം അപകടകരമായ നിലയിലേക്ക് നീങ്ങുന്നു എന്നാണ് കാണേണ്ടത്.